ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സീറ്ററ്റിന്റെ PYQ ആണല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അതേ ഏരിയയിൽ നിന്ന് തന്നെ അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Carol Gilligan has critiqued Kohlberg's theory of moral development. First one, from a social cognitive perspective, from a feminist perspective, for not giving adequate importance to genetic factors, for using case study as the research method. Carol Gilligan has critiqued Kohlberg's theory of moral development. First one, from a social cognitive perspective, from a feminist perspective. Option 3, for not giving adequate importance to genetic factor, and option 4, for using case study as the research method. Kohlberg's theory of moral development നമുക്കറിയാം. അതായത് കുട്ടികളിൽ എങ്ങനെയാണ് മൊറാലിറ്റി, മോറൽ റീസണിങ്, ശരിയും തെറ്റും എങ്ങനെയാണ് എന്നുള്ളതാണ് മൊറാലിറ്റി അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന തിയറിയാണ് കോഹ്ൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയുന്നത്. കോഹ്ൽബർഗ്സ് തിയറി ബേസിക്കലി 6 സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. അവരെന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ജസ്റ്റിസ് വേണ്ടത്, എങ്ങനെയാണ് ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കുട്ടികളിൽ മോറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് കോഹ്ൽബർഗ് തന്റെ തിയറിയിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോഹ്ൽബർഗിന്റെ തിയറിയെ 3 സ്റ്റേജസ് ആയി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. പ്രീ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ അവിടെ 2 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് പണിഷ്മെന്റ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഫേവേഴ്സ്. പ്രീ സ്കൂള്, എലിമെന്ററി, സം ജൂനിയർ ഹൈ, ഫ്യൂ ഹൈ സ്കൂൾ സ്റ്റുഡൻസ് മുതലായവരാണ് പ്രീ കൺവെൻഷണൽ ലെവലില് വരുന്നത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഐ വുഡ് ചീറ്റ് ഇഫ് ഐ ന്യൂ ഐ വുഡന്റ് ഗെറ്റ് കോട്ട്. ഞാൻ പിടിക്കപ്പെടില്ല എന്നറിയാമെങ്കിൽ ഞാൻ കള്ളത്തരം കാണിച്ചേനെ. അതിനെയാണ് അവോയ്ഡൻസ് ഓഫ് പണിഷ്മെന്റ്. അതായത് നമ്മളൊരു പണിഷ്മെന്റ് പേടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ കാര്യം ചെയ്യാണ്ടിരിക്കുക. എക്സ്ചേഞ്ച് ഓഫ് ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ലെറ്റ് യു കോപ്പി മൈൻ ഇഫ് യു ഡു മൈ ഹോംവർക്ക്. എന്റെ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുമെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തോളാം, ഞാൻ സമ്മതിക്കും. അതാണ് എക്സ്ചേഞ്ച് ഓഫ് ഫേവർ. ഒരു കാര്യം ചെയ്തു തരുമെങ്കിൽ മറ്റേത് ചെയ്തോളൂ എന്നുള്ള കൺസിഡറേഷൻ. അടുത്ത ലെവലാണ് കൺവെൻഷണൽ ലെവൽ. 2 സ്റ്റേജസ് ആണ്, ഗുഡ് ചൈൽഡ്, ലോ ആൻഡ് ഓർഡർ. ഗുഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂ ഓൾഡർ എലിമെന്ററി ചിൽഡ്രൻ, സം ജൂനിയർ ഹൈ ആൻഡ് മെനി ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. സ്റ്റേജ് 3, നല്ല കുട്ടി എന്ന് നമ്മൾ പറയൂ അല്ലെ. ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ ബിക്കോസ് ഐ വാണ്ട് ഹെർ ടു ലൈക്ക് മീ. ഞാൻ കള്ളത്തരം പറഞ്ഞാൽ അവൾക്ക് എന്നെ ഇഷ്ടമാകില്ല, അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയില്ല, സത്യമേ പറയൂ. ലോ ആൻഡ് ഓർഡർ, ഒരു നിയമം നിലനിൽക്കുക. യു കാൻ ഡു ദാറ്റ് ബിക്കോസ് ദ ടീച്ചർ സെഡ് നോ. ടീച്ചർ ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? അടുത്തത് പോസ്റ്റ് കൺവെൻഷണൽ. 2 സ്റ്റേജസ് ആണ്. സ്റ്റേജ് 5 എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട്. സ്റ്റേജ് 6 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. കോളേജ് ടൈമിന് മുമ്പാണ് ജനറലി ഈ ഒരു സ്റ്റേജ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. സ്റ്റേജ് 5 എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ കോൺട്രാക്ട്. ഇൻ ദിസ് കേസ് ദ റൂൾ മേ ബി റോങ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ജനറൽ ആയിട്ടുള്ള റൂളാണ്, പ്രിൻസിപ്പിൾ ആണ്, പക്ഷെ ഈ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് 6 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. യു ഷുഡ് നോട്ട് ലൈ ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് എ ഗോൾഡൻ റൂൾ. കള്ളത്തരം പറയാൻ പാടില്ല, കാരണം ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ. അപ്പൊ ഇങ്ങനെ 3 ലെവൽസ് അല്ലെങ്കിൽ 6 സ്റ്റേജസ് ആയിട്ട് ആണ് ആര് തിയറി പോസ്റ്റുലേറ്റ് ചെയ്തത്? കോഹ്ൽബർഗ് തിയറി പോസ്റ്റുലേറ്റ് ചെയ്തത്. ഏതൊക്കെ ലെവലാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോകാം അല്ലെ ഫ്രണ്ട്സ്. ഫ്രം എ സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്,
ഗില്ലിഗൻ പറയുന്നത് കോഹൾബർഗിന്റെ തിയറി കൂടുതലും അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് ജസ്റ്റിസ് ബേസ്ഡ് റീസണിങ് കൂടുതലും മെയിൽസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഫീമെയിൽ ഓറിയന്റഡ് തിയറി അല്ല. ശരിക്കും സോഷ്യൽ കോഗ്നേറ്റീവ് പെർസ്പെക്റ്റീവിനല്ല അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ തിയറിയിൽ കൂടുതലും ഈ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പറയാതെ മെയിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പൊ സോഷ്യൽ കോഗ്നേറ്റിവിസത്തെ കുറിച്ചൊന്നും വലിയതായിട്ട് പരാമർശിച്ചതായി നമ്മളുടെ ഗില്ലിഗൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. Gilligan criticized Kohlberg for constructing his theory based mainly on male participants and overlooking the experience and voice of female. She argued that her stages of moral development neglected a male-centric viewpoint that marginalized traditional feminine moral concern such as empathy and compassion. അതായത് ഇവിടെ കൂടുതലായിട്ടും എന്താണ്, മെയിൽ ഡോമിനേറ്റഡ് ആണ് വരുന്നത്. ഫീമെയിൽസിന് എന്ത് ചെയ്യുന്നില്ല, പ്രാമുഖ്യം കൊടുക്കുന്നില്ല. ഫീമെയിൽസിലുള്ള എംപതി, കമ്പാഷൻ മുതലായിട്ടുള്ള ക്യാരക്ടേഴ്സിനൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവിടെ യാതൊരു റോളും ഇല്ല. ഏത് തിയറിയിൽ? കോഹൾബർഗിന്റെ തിയറിയിൽ യാതൊരു റോളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നാണ് ആര് പറയുന്നത്, ഗില്ലിഗൻ പറയുന്നത്. For not giving adequate importance to genetic factor. ഗില്ലിഗൻ ബേസിക്കലി പറയുന്നത് എന്താണ്, അതായത് ഒരു ജെൻഡർ നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലാതെ ഇവിടെ എന്താണ്, ഒരു ഫെമിനിസ്റ്റിക് തിയറിക്ക് അല്ലെ ഫീമെയിൽസിന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, ജനറ്റിക് ഫാക്ടേഴ്സിനെ കുറിച്ചേ പരാമർശിച്ചിട്ടില്ല. കൂടുതലും മെയിൽ സെന്റേർഡ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കോഹൾബർഗിന്റെ സ്റ്റഡിയിൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നതും വലിയ ചർച്ചാ വിഷയമായി വന്നിട്ടില്ല. കൂടുതലും തിയററ്റിക്കൽ ഫ്രെയിംവർക്സ് ആയിരുന്നു. അതായത് ഈ ഒരു ജസ്റ്റിസ് ബേസ്ഡ് ആയി മെയിൽ ഡോമിനേഷൻസ് എങ്ങനെയാണ്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ചായിരുന്നു കൂടുതലും അവിടെ ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ റൈറ്റ് ആൻസർ ആയി വരുന്നത്, കാരോൾ ഗില്ലിഗൻ ഹാസ് ക്രിട്ടിക് കോഹൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഫ്രം എ ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ് അല്ലെ. കാരോൾ ഗില്ലിഗൻ പറഞ്ഞത് എന്താ, കോഹൾബർഗിന്റെ തിയറിയിൽ ഫെമിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, one of the main characteristics of pre-operational thought according to Jean Piaget is dash, which refers to the tendency to focus on one aspect of a situation and neglect other. Pre-operational സ്റ്റേജിൽ നമ്മൾ കാണുന്ന എന്താണ്, അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ആസ്പെക്റ്റിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അത് ഇതിൽ പറയുന്ന ഏതാന്നാ ചോദിക്കുന്നത്, കോസേഷൻ, സെൻട്രേഷൻ, ഡീസെൻട്രേഷൻ, ട്രാൻസ്ഡക്ഷൻ. ജീൻ പിയാഷെ നമുക്കറിയാം ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റൽ ഏരിയയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയുന്നത്. കുട്ടികൾ ബേസിക്കലി 4 സ്റ്റേജസിലൂടെയാണ് ഇവിടെ പാസ് ചെയ്തു പോകുന്നത്. ഒന്ന്, സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള പീരീഡിനെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ഈ ഒരു സ്റ്റേജിൽ ഈ ലോകം എന്താണ്, ഈ ലോകത്ത് നമ്മൾ കാണുന്നത് എന്താണ്, വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന തങ്ങളുടെ സെൻസ് ഓർഗൻ, മോട്ടോർ ആക്ഷൻ ഇതൊക്കെ ഉപയോഗിച്ച് എന്താണ് ഈ പ്രപഞ്ചത്തിൽ മൊത്തം കാണുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഇപ്പൊ അമ്പിളിമാമന്റെ കേസ് എടുക്കുക, അമ്പിളിമാമൻ എന്തായി, രാത്രിയിൽ അസ്തമിച്ച് പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചാലും അമ്പിളിമാമ അവിടെ തന്നെ ഉണ്ട് എന്നെന്താണ് കുട്ടി വിശ്വസിക്കുക, കാണുന്ന പോലെ വിശ്വസിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അടുത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സ് വരെ. Children in this stage become more capable of symbolic thought, language development, pretend play. കുട്ടികൾക്ക് സിംബോളിക് ആയിട്ടുള്ള തോട്ട്, കുട്ടികളുടെ സംസാരശേഷി, കുഞ്ഞി കളികള് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ജനറലി ഒരു ഈഗോ സെൻട്രിക് ആറ്റിറ്റ്യൂഡ്സ് വരുന്നതും ഇപ്പോൾ തന്നെയാ. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കളിപ്പാട്ടം, എന്റെ ബുക്ക്, ഇങ്ങനെ എന്റെ എന്നുള്ള കാഴ്ചപ്പാട് വരുന്നതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 മുതൽ 11 വയസ്സ് വരെയുള്ള ടൈമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്.
ഓരോ കാര്യങ്ങളെ കുറിച്ചും കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടും ലോജിക്കലി ചിന്തിക്കാനും സിമ്പിൾ ആയിട്ടുള്ള മെന്റൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാനും കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഡോളസൻസ് മുതൽ അഡൽട്ട്ഹുഡ് വരെയാണ് കുട്ടികൾ കൂടുതലായിട്ടും അബ്സ്ട്രാക്ട് ആയിട്ട് ചിന്തിക്കുക ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയല്ലേ, അപ്പൊ കുട്ടികൾക്ക് എന്താണ് വളരെ ലോജിക്കായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം കഴിയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിനെ ഈസി ആയി ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 സ്റ്റേജ് ആണ്. സെൻസറി സ്റ്റേജ് ബർത്ത് മുതൽ 2 വയസ്സ് വരെ, കണ്ട പൂമ്പാറ്റയൊക്കെ പിന്നാലെ പോയി പിടിക്കുന്ന ആ ഒരു കാലം. പ്രീ ഓപ്പറേഷണൽ 2 മുതൽ 7 വയസ്സ് വരെയാണ്, ഈ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന കാലം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ 7 മുതൽ 12 വരെയാണ്. ഫോർമൽ ഓപ്പറേഷണൽ 12 വയസ്സ് മുതലാണ്. ഇതിൽ തന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കോസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വിച്ച് ഡെവലപ്പ് മോറലി ഫുള്ളി ഇൻ ലേറ്റർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു കാര്യം സംഭവിച്ചു, അത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ അവിടെ ഒരു ലോജിക്കൽ അനാലിസിസ് നടന്നു അല്ലെ? അങ്ങനെ ഒരു ലോജിക്കൽ അനാലിസിസ് നടക്കുന്നതിനെയാണ് കോസേഷൻ എന്ന് പറയുന്നത്. സെൻട്രേഷൻ, ഇവിടെ കറക്റ്റ് ആൻസർ സെൻട്രേഷൻ ആണ്. ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്, വേറെ ഒന്നിനെ കുറിച്ചും കുട്ടി ചിന്തിക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു കുപ്പിയുണ്ട്, ഒരു കുപ്പി ഇങ്ങനെയുമാ, ഇതിൽ ഇത്രത്തോളം വെള്ളമുണ്ട്, ഇതിൽ ഇത്രേ വെള്ളമുള്ളൂ. അപ്പൊ കുട്ടി പറയാ ഇതിലാ കൂടുതൽ. ആ കുട്ടി എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഹൈറ്റ് മാത്രം, വിടുത്ത് ചിന്തിക്കുന്നില്ല അല്ലെ? അപ്പൊ ആ കുട്ടി വെറും ഒരു കോൺസെപ്റ്റിന് മാത്രമാ പ്രാമുഖ്യം കൊടുക്കുന്നത്. അങ്ങനെ ഒറ്റ കാര്യത്തിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്നതിനെ സെൻട്രേഷൻ എന്ന് പറയും. ഡീസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? This term refers to the ability to consider multiple aspects of situation simultaneously, which typically develop during the concrete operational stage and not the pre-operational stage. Pre-operational stage ലല്ല ഒരു കുട്ടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ഡൈവേർജന്റ് ആയി ചിന്തിക്കുക. ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ എനിക്ക് എങ്ങനെ സമീപിക്കാൻ കഴിയുമെന്ന് പല രീതിയിൽ ചിന്തിക്കുക, അതിനെയാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റലി കണക്ടിങ് സെപ്പറേറ്റ് ഇവന്റ്സ് ഓഫൺ വിത്തൗട്ട് എ ലോജിക് ബേസ് ഫോർ കണക്ഷൻ. While transductive reasoning is common in the pre-operational, specifically referred to the tendency to focus on one aspect. ട്രാൻസ്ഡക്ഷൻ പ്രീ ഓപ്പറേഷനിൽ വരുന്നത് തന്നെയാണ്. പക്ഷെ കുട്ടികൾ എന്താ പല പല കാര്യങ്ങളെ കുറിച്ചൊരു ലോജിക് ഒന്നും ഉണ്ടാവില്ല, റിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ജനറലി അതിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കുട്ടി ഒരൊറ്റ ആസ്പെക്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അല്ലെ? സെൻട്രേഷൻ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In the early childhood, growth dash thinking is dash, while in middle childhood, growth dash and thinking is dash. Slows, somewhat egocentric, a steady, logical, a steady, somewhat egocentric, slows, logical, is steady, logical, slows, egocentric, slows, logical, is steady, egocentric. Second one ആണ് അല്ലെ? ഏർലി ചൈൽഡ്ഹുഡ് പീരീഡില് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ടാണ്, തിങ്കിങ് എന്ന് പറയുന്നത് ഈഗോസെൻട്രിക്, ഞാൻ മാത്രമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. മിഡിൽ ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് എങ്ങനെയാ? സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷെ തിങ്കിങ് എങ്ങനെയാ? വളരെയധികം ബുദ്ധിപരമായിട്ടായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീറ്റത്തിൽ നിന്നുള്ള കുറച്ച് PYQs ആണ്. എല്ലാവർക്കും വ്യക്തമാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.